കേരളത്തിൽ തെക്കൻ മലബാറിലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കാവുകളിലും തറവാട്ടു സ്ഥാനങ്ങളിലും വർഷം തോറും നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം. ദേവപ്രീതിക്കായി കോലം കെട്ടിയാടുന്ന ചടുലവും വർണ്ണാഭവും ഭക്തിനിർഭരവുമായ ഗോത്രകലാരൂപമാണിത്. നൃത്തവും അഭിനയക്രമങ്ങളും ഗീതങ്ങളും വാദ്യഘോഷങ്ങളും മുഖത്തെഴുത്തും മെയ്യെഴുത്തും ആയോധന കലയും അനുഷ്ഠാന കലകളും സമന്വയിക്കുന്ന ചടുലമായ ഗോത്രകലാരൂപമാണ് തിറയാട്ടം. തനതായ ആചാരാനുഷ്ഠാനങ്ങളും വേഷവിധാനങ്ങളും കലാപ്രകടനങ്ങളും തിറയാട്ടത്തെ മറ്റു കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ചൂട്ടുവെളിച്ചത്തിൽ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ കാവുമുറ്റങ്ങളിൽ അരങ്ങേറുന്ന ഈ ദൃശ്യവിസ്മയം തെക്കൻ മലബാറിൻ്റെ തനതു കലാരൂപമാണ്. തിറയാട്ടത്തിലെ വിചിത്രമായ വേഷവിധാനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പ്രാക്തനകാലത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. മലബാറിലെ തെയ്യം, മധ്യ കേരളത്തിലെ മുടിയേറ്റ്, തിരുവിതാംകൂറിലെ പടയണി, തുളുനാട്ടിലെ കോള എന്നീ അനുഷ്ഠാന കലാരൂപങ്ങളോട് തിറയാട്ടത്തിനു ചില സാദൃശ്യങ്ങളുണ്ട്. ഇതിനായി കുരുത്തോല, പാള, മുള, ചിരട്ട, തടി എന്നിവ ഉപയോഗിക്കുന്നു. തിറയാട്ടത്തിൽ ചെണ്ട, ഇലത്താളം, തൊടി, പഞ്ചായുധം, കുഴൽ എന്നീ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു. കോലങ്ങൾ ആട്ടത്തിനിടയിൽ കളരിപ്പയറ്റിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ പ്രതീകാത്മക ആയുധങ്ങൾ പ്രയോഗിച്ച് ചുവടുകൾ വയ്ക്കുന്നു. കരുമകന് കുന്തം, കരിവിലക്ക്, അമ്പും വില്ലും, ഭഗവതിക്ക് പള്ളിവാൾ, വീരഭദ്രന് വെൺമഴു, മൂർത്തിക്ക് ദണ്ഡും പരിചയം എന്നിങ്ങനെ പ്രതീകാത്മക ആയുധങ്ങൾ നൽകിയിരുന്നു. ചൂട്ടുകളിക്കൊപ്പമാണ് തിറക്കോലങ്ങൾ ചടുല നൃത്തം ചെയ്യുന്നത്. ഇരു കൈകളിലും കത്തിച്ച ചൂട്ടുമായി മേളത്തിനൊപ്പം താളാത്മകമായി നൃത്തവും ആയോധന മുറകളും പ്രദർശിപ്പിക്കുന്നതാണ് ചൂട്ടുകളി. കാവിലെ ദേവതാ സങ്കല്പം അനുസരിച്ച് ഒന്നോ ഒന്നിലധികമോ വെള്ളാട്ടുകൾ നടത്താറുണ്ട്. മനുഷ്യജീവിതവുമായി ബന്ധിപ്പിച്ച് ദേവതയുടെ കൗമാരത്തെ സൂചിപ്പിക്കുന്നതാണ് വെള്ളാട്ട്. ഉത്സവ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കാവിൽ വെള്ളാട്ട് ആരംഭിക്കുന്നത്. തിറയെ അപേക്ഷിച്ച താരതമ്യേന ലളിതമായ വേഷവിധാനങ്ങളാണ് വെള്ളാട്ടിനുള്ളത്. കാവിലെ ദേവഭാവത്തിലുള്ള മൂർത്തികൾക്കും കുടിവെച്ച മൂർത്തികൾക്കും വെള്ളാട്ട് നടത്തും. ഗുരുമൂർത്തി, ഭഗവതി ഭദ്രകാളി, നാഗക്കാളി, കരുമകൻ, കരിയാത്തൻ, കരിവില്ലി മൂർത്തി എന്നിവ ജനപ്രിയ വെള്ളാട്ടുകളാണ്. പുറപ്പാട്, പ്രദക്ഷിണം, ഇളകിയാട്ടം, ദർശനം, സമർപ്പണം എന്നീ 5 ഘട്ടങ്ങളാണ് വെള്ളാട്ടിനുള്ളത്. എല്ലാ കോലങ്ങൾക്കും പുറപ്പാടിൻ്റെ താളങ്ങളും ചുവടുകളും ഒരുപോലെയാണ്. പുറപ്പാടിൽ തൊഴുതുകുമ്പിടൽ എന്ന താളനിബന്ധമായ ചുവടുകൾ ഏറെ ആകർഷകമാണ്. കെട്ടിയാട്ടക്കാരൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്നതും ഇവിടെയാണ്. മേളത്തിനൊപ്പം താളാത്മകമായി നൃത്തവും ആയോധന മുറകളും പ്രദർശിപ്പിക്കുന്നതാണ് ചൂട്ടുകളി. ഓരോ തിറകൾക്കും പ്രത്യേകം തോറ്റങ്ങളും അഞ്ചടികളും നിലവിലുണ്ട്. ദേവതകളുടെ പുരാവൃത്തം സുദീർഘമായി തോറ്റങ്ങളിൽ പ്രതിപാദിക്കുന്നു. ദേവതകളുടെയും കുടിവെച്ച മൂർത്തികളുടെയും പുരാവൃത്തം ആറ്റിക്കുറുക്കിയതാണ് അഞ്ചടി. തിറയാട്ടത്തിൽ മാത്രമുള്ള ഗീതങ്ങളാണ് അഞ്ചടികൾ. പ്രാസഭംഗിയും ആലാപന മികവും അഞ്ചടികളെ ശ്രദ്ധേയമാക്കുന്നു. ശിവഭാവങ്ങളോ ശിവജന്യങ്ങളായ ദേവമൂർത്തികളും ദേവീഭാവങ്ങളോ ദേവീജന്യങ്ങളായ ദേവീമൂർത്തികളും തിറയാട്ടത്തിലുണ്ട്. കൂടാതെ മൺമറഞ്ഞ കാരണവന്മാർക്കും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും തിറയാട്ടത്തിൽ കോലം കെട്ടിയാടുന്നു. ഇവയെ കൂട്ടിവെച്ച
മൂർത്തികൾ എന്നു പറയുന്നു. കെട്ടിയാട്ടക്കാർ, ചമയക്കാർ, വാദ്യക്കാർ, കോമരങ്ങൾ, വെളിച്ചപ്പാട്, അനുഷ്ഠാന വിദ്വാൻമാർ, സഹായികൾ എന്നിവരടങ്ങിയ തിറയാട്ട സമിതികളാണ് കാവുകളിൽ തിറയാട്ടം അവതരിപ്പിക്കുന്നത്. അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമാണ് തിറയാട്ടം. ഇരുന്നുറപ്പാട്, കാവിൽ കയറൽ, പൂവും നാരും, വില്ലികളെ കെട്ടൽ, കാവുണർത്തൽ, ഊൺതട്ട്, അണിമറ പൂജ, ഓടയ്ക്കു കഴിക്കൽ, മഞ്ഞപ്പൊടി ആരാധന, തിരുനെറ്റി പതിക്കൽ, ഗുരുതി സമർപ്പണം, പീഠം കയറൽ, ചാന്തുതറ, കുടികൂട്ടൽ മുതലായ പ്രധാന അനുഷ്ഠാനങ്ങളാണ്. ഞാൻ ഇത് ഇത്ര കെട്ടാൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി. ഇപ്പോൾ കരുവൻ്റെ തെറയാണ് ഇപ്പോൾ കെട്ടാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെന്ന് അറിയാം, നമ്മൾ ഗുരുകാരന്മാരെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. പണ്ട് മുതൽക്കേ ചെയ്തു പോരുന്ന ആണ്. അച്ഛൻ തെയ്യക്കാരനായിരുന്നു. അതിലേക്ക് ഞാനാണ് ഉള്ളത് തെയ്യം കെട്ടാൻ. പിന്നെ നമ്മൾ ദൈവാധീനം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നത്. അഞ്ച് കൊല്ലമായിട്ടുള്ളൂ ഈ കരുവാൻ്റെ തെറയും വെള്ളാട്ടും കെട്ടാൻ തുടങ്ങി. 5 കൊല്ലമായി. പിന്നെ പറയാം, ഇവിടെ ചടങ്ങുകൾ ഭയങ്കര ചടങ്ങുകളാണ്. ഒളിച്ചുവരവ് അങ്ങനെയുള്ള ഓരോ സംഗതികളുണ്ട്. പിന്നെ ഇതിന് മുടിൻ്റെ ആദ്യം ഈ എന്താ പറയുക, ഇവിടെ പീഠത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഇത് മുഖത്ത് എഴുതുക. പീഠത്തിൻ്റെ മുകളിൽ ഇരുന്ന് എഴുതും. പിന്നെ അത് എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ രണ്ട് ഭാഗത്തേക്കായിട്ട് പോയിട്ടാണ് മുടി വെച്ചിട്ട് വരിക. മുടി വെച്ച് വന്നിട്ടാണ് നടേന്ന് പിന്നെ രണ്ടാൾക്കൂടെ കൂട്ടി യോജിച്ചിട്ടാണ് ഇവിടെ പിന്നെ ഒരുമിച്ചാണ് പിന്നെ പ്രദക്ഷിണം വയ്ക്കുക.